അന്ന് തിരൂരിൽ വാർത്താസമ്മേളനത്തിൽ ഇസ്ലാമോഫോബിയെക്കുറിച്ച് വിശദീകരിക്കുകയും ഇസ്ലാമോഫോബിയെ ചെറുക്കേണ്ടതിനെക്കുറിച്ച് പറയുകയും ചെയ്ത സന്ദർഭത്തിൽ പത്രക്കാരും അതിനുശേഷം നാട്ടുകാരടക്കം നമ്മളോട് ചോദിച്ചത്, ഇസ്ലാമോഫോബിയ എന്ന് പറയുന്നത് നല്ല ഒരു സംഗതിയല്ലേ, അത് നാട്ടിലൊക്കെ ഉണ്ടാവുന്നത് നല്ല ഒരു സംഗതിയല്ലേ എന്ന് ചോദിച്ച ആളുകളുണ്ടായിരുന്നു. അല്ലെങ്കിൽ ചിലർ ഞങ്ങളോട് ചോദിച്ചത്, ഇസ്ലാമോഫോബിയ എന്നൊക്കെ പറയണോ, അതൊക്കെ വർഗീയത ഉണ്ടാക്കുകയില്ലേ എന്ന് പറഞ്ഞ ഒരു അധികം വർഷമായിട്ടില്ല. പക്ഷെ ഇന്ന് കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കളടക്കം എന്നല്ല ലോകത്ത് ഐക്യരാഷ്ട്രസഭയടക്കം ഇസ്ലാമോഫോബിയക്കെതിരായ ദിനം പ്രഖ്യാപിക്കുകയും പരിപാടി നടത്തുകയും പ്രഭാഷണം നടത്തുകയും ചെയ്യുമ്പോൾ അവരാ പദം ഉപയോഗിക്കുമ്പോൾ ഞാൻ ഉറപ്പിച്ചു പറയുന്നു, സ്റ്റുഡൻസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ പ്രവർത്തകർ കേൾക്കേണ്ടി വന്ന തെറിവിളികളും കൊള്ളേണ്ടി വന്ന അടികളും ആക്ഷേപങ്ങളും അതിൻ്റെ വേദനകൾ ആ ഇസ്ലാമോഫോബിയ എന്ന വ്യവഹാരത്തിനകത്തുണ്ട് എന്ന ആർജവത്തോടു കൂടി പറയാൻ ഈ സന്ദർഭത്തിൽ എനിക്ക് കഴിയും. അത് ഞാൻ പറയുന്നത് SIOവിൻ്റെ മേനി പറയാൻ വേണ്ടിയിട്ടല്ല. അത് SIO സ്വയം എടുത്തണിയുന്ന ഇസ്ലാമിക വിദ്യാർത്ഥിത്വം എന്ന അതിൻ്റെ ഐഡൻറ്റിറ്റിയുടെ സവിശേഷതയാണ്. SIO വിദ്യാർത്ഥികളോട് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അതിൻ്റെ പ്രവർത്തകരോട് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, നിങ്ങളൊരു ഇസ്ലാമിക വിദ്യാർത്ഥിയാകൂ എന്നുള്ളതാണ്. എന്താണൊരു വിദ്യാർത്ഥിയുടെ സവിശേഷത? നിരന്തരമായി ലേൺ ചെയ്തുകൊണ്ടിരിക്കുക, പഠിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. അയാൾക്ക് എവിടെയോ പോയി വിശ്രമിക്കാനുള്ളതല്ല. ജീവിതം മുഴുവൻ വിദ്യാർത്ഥിയായിരിക്കുക, തലബുൽ ഹഖ്, അന്വേഷിച്ചുകൊണ്ടിരിക്കുക, തേടിക്കൊണ്ടിരിക്കുക എന്ന അവസ്ഥയിൽ അതിൽ അള്ളാഹുവോടുള്ള ബന്ധത്തെ, അള്ളാഹുവോടുള്ള വ്യക്തിപരമായ സാമൂഹികമായ ധർമ്മത്തെ അന്വേഷിക്കുന്നവരാണ് ഇസ്ലാമിക വിദ്യാർത്ഥി എന്ന് പറയുന്നത്. ഈ നൂറ്റാണ്ടിൻ്റെ ഇസ്ലാമിക വിദ്യാർത്ഥികൾ ആരൊക്കെയാണ് എന്ന് ചോദിച്ചാൽ എനിക്കുറപ്പാണ് SIOവിൻ്റെ പ്രവർത്തകർ എണ്ണിപ്പറയുക അതിൻ്റെ പ്രായഘടനയിൽ ഉൾപ്പെടുന്ന ആളുകളെ തെരഞ്ഞുകൊണ്ടല്ല. എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും, ഈ നൂറ്റാണ്ട് കണ്ട ഏറ്റവും മികച്ച വിദ്യാർത്ഥി അത് ഷഹീദ് യഹ്യ സിൻവാറാണ്. 20-ലധികം വർഷക്കാലം ഇസ്രായേലിൻ്റെ തടവറയിൽ കഴിഞ്ഞ ഒരു മനുഷ്യൻ. ഇനി താങ്കളുടെ പ്ലാൻ എന്താണെന്ന് ചോദിക്കുമ്പോൾ ശത്രുവിൻ്റെ ഭാഷയായ ഹീബ്രു ഭാഷ പഠിക്കണം എന്ന് പറയുന്ന യഹ്യ സിൻവാർ ഷഹീദ്, അദ്ദേഹമാണ് ഈ നൂറ്റാണ്ട് കണ്ട ഏറ്റവും മികച്ച വിദ്യാർത്ഥികളിൽ ഒരാൾ. മറ്റൊരു വിദ്യാർത്ഥിയെ ഞാൻ ഓർക്കുന്നത്, അത് നമ്മുടെ ലോകത്ത് മുസ്ലിം ഉമ്മത്തിന്റെ നഷ്ടമായ ഡോക്ടർ യൂസുഫുൽ ഖർളാവി റഹിമഹുല്ലാഹ്. അദ്ദേഹത്തെ കുറിച്ച് ലോകത്ത് പണ്ഡിതന്മാരുടെ എണ്ണമെടുക്കുമ്പോൾ ഡോക്ടർ യൂസുഫുൽ ഖർളാവി റഹിമഹുല്ലയെ വേറിട്ട് നിർത്തുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഈജിപ്തിന്റെ തെരുവീഥികളിൽ സ്വാതന്ത്ര്യത്തിന് വേണ്ടി രക്തവും ജീവനും നൽകി പടപൊരുതിയ ഇഖ്വാനുൽ മുസ്ലിമൂനിന്റെയും പോരാളികളെയും കുറിച്ചെപ്പോഴും ചിന്തിക്കുകയും ഹൃദയം പൊട്ടിക്കരയുകയും ഫലസ്തീനിന്റെ മണ്ണിലേക്ക് ബോംബ് വർഷിക്കുമ്പോൾ ദോഹയിൽ നിന്ന് ഉജ്ജ്വലമായ ഒരു പ്രസ്താവന ലോകത്തിന്റെ മുഖത്തേക്ക് കാർക്കിച്ചുതുപ്പുകയും ചെയ്ത ലോകം കണ്ട ഉജ്ജ്വലനായ പണ്ഡിതൻ ഡോക്ടർ യൂസുഫുൽ ഖർളാവി റഹിമഹുല്ലാഹ്. മറ്റൊരു വിദ്യാർത്ഥി ആരാണെന്ന് ചോദിച്ചാൽ ആ പേര് പറയുന്നത് പോലും ഒരു UAPയെ വിളിച്ചു വരുത്തുന്നതാണ്. പക്ഷേ സ്റ്റുഡൻസ് ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ പ്രവർത്തകർക്ക് പറയാതിരിക്കാൻ കഴിയില്ല. അത് ഷർജീൽ ഇമാം എന്ന ഇന്ത്യയുടെ തടവറകളിൽ കിടന്നുകൊണ്ട് ഇന്ത്യയുടെ പ്രശ്നം തൊലിപ്പുറത്തെ പ്രശ്നമല്ല, മർമ്മത്തിലെ രോഗമാണെന്ന് വിളിച്ചു പറയുന്ന ഷർജീൽ ഇമാമാണ്. ഷർജീൽ ഇമാമിയുടെ ഒരു കത്ത് അദ്ദേഹത്തിൻ്റെതായി പുറത്തു വന്നു. മക്തൂബിലാണ് ഞാനത് വായിച്ചത്, നിങ്ങളും വായിച്ചിട്ടുണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അദ്ദേഹം ആ ജയിലറക്കകത്തിരുന്നു കൊണ്ട് ഇസ്ലാമിക പാരമ്പര്യത്തിലെ ഗ്രന്ഥങ്ങൾ വായിക്കുകയാണ്. അതിൽ അറബ് ലോകത്തെ ഗ്രന്ഥങ്ങളുണ്ട്, സൗത്ത് ഏഷ്യയിലെ ഗ്രന്ഥങ്ങളുണ്ട്, കവിതകൾ, അതുപോലെ തന്നെ ഫിലോസഫിയുടെ ഗ്രന്ഥങ്ങൾ പഠിച്ചെടുത്തുകൊണ്ടിരിക്കുകയാണ്. എന്താണ് ഇസ്ലാമിക് സ്റ്റുഡൻഡം എന്ന് ചോദിച്ചാൽ, ഈ ലോകത്തിന്റെ മർദ്ദിതമായ അവസ്ഥകളിൽ ആത്മാഭിമാനത്തോടുകൂടി ആർജവത്തോടുകൂടി എഴുന്നേറ്റ് നിന്നുകൊണ്ട് നിരന്തരം അന്വേഷിക്കുകയും പഠിക്കുകയും ആ പഠിച്ചെടുക്കുന്ന പ്രക്രിയയുടെ ഭാഗമായി തന്നെ ഭരണകൂടത്തോടുള്ള കലഹങ്ങളെ കാണുകയും ആത്മീയ അന്വേഷണത്തെ കാണുകയും ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ,
കേരളത്തിലെ ഒരു പാർട്ടി നേതാവ് ഈ തൊട്ടടുത്ത ദിവസങ്ങളിൽ പ്രസംഗിക്കുകയുണ്ടായി. അമേരിക്കയിൽ കുഴച്ചുണ്ടാക്കുന്ന പോസ്റ്റ് മോഡേണിസം AKG സെന്ററിന്റെ തറക്കകത്തിരുന്ന് പൊട്ടുമോ എന്ന ഭീതിയിൽ ഒരു നേതാവ് പ്രസംഗിക്കുകയുണ്ടായി. എന്താണ് അവരുടെ പ്രശ്നം? പോസ്റ്റ് മോഡേണിസം അമേരിക്കയിൽ അവർക്കെതിരെ കുഴച്ചുണ്ടാക്കുകയാണ് എന്നാണ് ആ സാധു വിചാരിച്ചിരിക്കുന്നത്. എന്താണ് അവരുടെ പ്രശ്നം? കേരളത്തിലെ CPMന്റെ പ്രശ്നം, അവർ കഴിഞ്ഞാൽ ലോകത്ത് സിദ്ധാന്തമില്ല, അവർ കഴിഞ്ഞാൽ ലോകത്ത് വ്യവഹാരങ്ങളില്ല, അവർ കഴിഞ്ഞാൽ ലോകത്ത് രാഷ്ട്രീയമില്ല എന്ന് വിചാരിച്ചിരിക്കുന്നവരാണ്. അങ്ങനെ മരിച്ചു മണ്ണടിഞ്ഞ് മരിച്ച് ജഡമായി തീർന്നിരിക്കുകയും ജഡത്തിനകത്ത് നിന്ന് വമിക്കാനുള്ളത് ദുർഗന്ധമല്ലാതെ മറ്റൊന്നുമല്ല എന്നതുകൊണ്ട് നിരന്തരമായി MV ഗോവിന്ദന് പ്രസ്താവനകൾ ഇറക്കേണ്ടി വരികയും ചെയ്യുകയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഞാൻ അവസാനിപ്പിക്കുകയാണ്. നിരന്തരമായി കേരളത്തിൽ ജമാഅത്തെ ഇസ്ലാമി, രാവിലെ ജമാഅത്തെ ഇസ്ലാമി, ഉച്ചക്ക് ജമാഅത്തെ ഇസ്ലാമി, വൈകിട്ട് ജമാഅത്തെ, രാത്രി ജമാഅത്തെ ഇസ്ലാമി, ഇത് നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആർജവമുണ്ടെങ്കിൽ നേർക്കുനേർ അഭിമുഖീകരിക്കണം. ആർജവമുണ്ടെങ്കിൽ CPIMന് ജമാഅത്തെ ഇസ്ലാമിയുടെ ഇസ്ലാമിക രാഷ്ട്രീയവുമായി കൊണ്ട് ഒരു നേർക്കുനേർ സംവാദം നടത്താൻ തയ്യാറാകണം. ജയരാജനെ കൊണ്ട് പുസ്തകം എഴുതിപ്പിക്കൽ ഒരു സൂചനയാണ്. പക്ഷെ ആ സൂചന ഏറ്റെടുക്കാൻ, ആ സൂചനയോട് നിന്നു തരുന്നവരല്ല ഞങ്ങൾ എന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, അവരെ എഴുതുകയാണ് ഫണ്ടമെന്റലിസ്റ്റുകൾ, ടെററിസ്റ്റുകൾ, അങ്ങനെ പോവുകയാണ്. പക്ഷെ അത് കേരളത്തിന്റെ മണ്ണിൽ അധികം വേരുറക്കാൻ സാധ്യതയില്ല എന്ന് ഞാൻ പറയും. കാരണം ഇസ്ലാമിക രാഷ്ട്രീയം എന്താണെന്ന് തെളിയിച്ചതാണ് കഴിഞ്ഞ കാലത്ത് SIOBന്റെയും ജമാഅത്തെ ഇസ്ലാമിയുടെയും സോളിഡാരിറ്റിയുടെയും അടക്കം ചരിത്രമെന്ന് പറയുന്നത്. എന്താണ് ഇസ്ലാമിക രാഷ്ട്രീയം? അത് നീതി, അതുപോലെ തന്നെ പരിസ്ഥിതി, ദളിത്, ആദിവാസി, സ്ത്രീ തുടങ്ങിയ പ്രമേയങ്ങളുമായി സക്രിയവും സർഗാത്മകവുമായ രാഷ്ട്രീയത്തെ വികസിപ്പിച്ചെടുത്തതാണ് കേരളത്തിലെ ഇസ്ലാമിക രാഷ്ട്രീയം എന്ന് പറയുന്നത്. ഇസ്ലാമിസം എന്നതൊരു കൊട്ടയാണ്. കൊട്ടയായിട്ടും ആളുകൾക്ക് കാണാം. അതിൽ ആരെ പിടിച്ചും നിങ്ങൾക്കിടാം. അതിൽ അഫ്ഗാനിലെ താലിബാൻ മുതൽ, അതുപോലെ തന്നെ ബില്ലാദന മുതൽ കേരളത്തിലെ സാധുവായ എന്നെയും അതിൽ പിടിച്ചിടാം. പക്ഷെ അങ്ങനെയല്ല ഇസ്ലാമിക രാഷ്ട്രീയത്തിന്റെ ചരിത്രത്തെയും വ്യവഹാരത്തെയും മനസ്സിലാക്കേണ്ടത്. കേരളത്തിന്റെ ബൗദ്ധികവും കേരളത്തിന്റെ രാഷ്ട്രീയവുമായ മണ്ഡലത്തിൽ ദളിതനും ആദിവാസിക്കും ഭൂമിയില്ലാത്തവനും വേണ്ടി സംസാരിക്കുന്ന, സ്ത്രീകളുടെ നീതിക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരു രാഷ്ട്രീയത്തെ നിങ്ങൾക്ക് ഇസ്ലാമിക രാഷ്ട്രീയത്തിന്റെ ചരിത്രത്തിൽ കാണാൻ കഴിയും, ഇസ്ലാമിക പ്രസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ കാണാൻ കഴിയും. അതേതോ മതേതര ലിബറലുകൾ ഊരിത്തന്ന അവകാശത്തിന്റെ ചില നാണയത്തുട്ടുകൾ പിടിച്ചുകൊണ്ട് ഇസ്ലാമിക പ്രസ്ഥാനം നടത്തിയതല്ല. അത് DYFI ആകാൻ നോക്കിയതല്ല. അത് ഇസ്ലാമികമായ വിശുദ്ധ പാരമ്പര്യത്തിനകത്ത് നിന്നുകൊണ്ട് ഇസ്ലാമിക പ്രസ്ഥാനം കഴിഞ്ഞ കാലങ്ങളിൽ ആർജിച്ചെടുക്കുകയും അവതരിപ്പിക്കുകയും ആവിഷ്കരിക്കുകയും ചെയ്തതാണ് കേരളത്തിന്റെ അനുഭവത്തിലെ ഇസ്ലാമിസം അല്ലെങ്കിൽ ഇസ്ലാമിക പ്രസ്ഥാനം എന്ന് പറയുന്നത്. ഞാൻ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് ഒരു കാര്യം മാത്രം പറഞ്ഞുകൊണ്ട്. അങ്ങനെ ഈ കഴിഞ്ഞ കാലങ്ങളിലധികവും ഈ പ്രസ്ഥാനം ഇന്ത്യ രാജ്യത്ത് പ്രവർത്തിച്ചു. സയ്യിദ് അബുൽ അഅ്ല മൗദൂദി, നിങ്ങൾ മൗദൂദിയെ കുറിച്ച് നിരന്തരമായി പറയുന്നുണ്ടല്ലോ, റഹിമഹുല്ല. മൗദൂദി റഹിമഹുല്ല ഇന്ത്യ വിഭജിച്ച സന്ദർഭത്തിൽ അവിടെ നടത്തുന്ന ഒരു പ്രഭാഷണത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, നിങ്ങളുടെ സാഹിത്യങ്ങൾ പ്രാദേശിക ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യണം. എന്തിനാണ് മൗദൂദി റഹിമഹുല്ല പ്രാദേശിക ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യാൻ വേണ്ടി ആഹ്വാനം ചെയ്തത്? ഇന്ത്യ എന്ന് പറയുന്ന രാഷ്ട്രം, അതിന്റെ ദേശീയത എന്ന് പറയുന്നത് ഹൈന്ദവ സവർണതയുടെ ഒരു എക്സ്റ്റൻഷൻ ആകുന്നതിനപ്പുറം ഇന്ത്യൻ ദേശീയതക്ക് മൗലികമായ ചില തകരാറുകളുണ്ടെന്നും പ്രാദേശികമായ ഭാഷകളിലും പ്രാദേശികമായ ഭൂമിശാസ്ത്രങ്ങളിലുമാണ് ഈ രാജ്യം നിലകൊള്ളുന്നതെന്നും അങ്ങനെ ദേശീയമായ ഒരു അന്തരീക്ഷം ഉണ്ടാക്കിയെടുക്കുന്നതിലൂടെ കൊളോണിയൽ ഐഡിയയായ ദേശീയതയിലൂടെ സവർണ ബ്രാഹ്മണ്യത്തിന് മാത്രമേ അതിജീവിക്കാൻ കഴിയൂ എന്നും തിരിച്ചറിഞ്ഞ ദീർഘദർശിത്വമായിരുന്നു സയ്യിദ് മൗദൂദി റഹിമഹുല്ല അന്ന് കാണിച്ചത് എന്ന് നമുക്ക് കാണാൻ കഴിയും. ഇസ്ലാമിക പ്രസ്ഥാനം ജാതിയുമായി സംവാദം നടത്തി, ഇസ്ലാമിക പ്രസ്ഥാനം പരിസ്ഥിതിയുമായി സംവാദം നടത്തി, ഇസ്ലാമിക പ്രസ്ഥാനം സ്ത്രീ പ്രശ്നവുമായി സംവാദം നടത്തി. ഒരിക്കലും ഇസ്ലാമിക പ്രസ്ഥാനം ഈ ഇസ്ലാമിക പ്രമാണങ്ങളെ കഴിഞ്ഞുപോയ കാലഘട്ടത്തിന്റെ കേവലമായ അടയാളങ്ങളായി, അവശിഷ്ടങ്ങളായി, കേവലം അടങ്ങി ഒതുങ്ങിയിരിക്കുന്ന പ്രമാണങ്ങളായി മാത്രം കണ്ടില്ല. മറിച്ച്
പ്രമാണങ്ങളെ സമകാലികതയിൽ ജീവനുള്ള വ്യവഹാരങ്ങളായി കണ്ടു. അതാണ് ഇസ്ലാമിക പ്രസ്ഥാനത്തോട് ചില CPM-നടക്കമുള്ള ഏക വെറുപ്പിന്റെ കാരണം എന്ന് പറയുന്നത്. അവർ മനസ്സിലാക്കേണ്ട കാര്യമാണ്, ചിലർ അരികുകളിൽ നിന്ന് വഴിയരികുകളിൽ നിന്നുകൊണ്ട് CPM ഉയർത്തിവിടുന്ന വെറുപ്പിന് ഒത്തുകൊണ്ട് ചിലർ പറയാൻ ജമാഅത്തെ ഇസ്ലാമി രാഷ്ട്രീയം പറയുന്നവരാണ്. നിങ്ങൾ വോട്ട് ബാങ്ക് റിസർവ് ആയിട്ട് കൊടുത്തില്ലെങ്കിൽ നിങ്ങളും ഫണ്ടമെന്റലിസ്റ്റുകളാണ്. അതെത്ര റാലി നടത്തിയാലും അങ്ങനെയാണെന്ന് ബഹുമാന്യരായ പണ്ഡിതരോടും പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഈ രാഷ്ട്രീയം എന്ന് പറയുന്നത് ആധുനിക കാലത്തിന്റെ മർമ്മത്തിൽ അടിക്കുന്ന രാഷ്ട്രീയം തന്നെയാണ്. അത് പറയാൻ ഞങ്ങൾക്കൊരിക്കലും തലകുനിക്കേണ്ടുന്ന കാര്യമില്ല. ആധുനിക ലോകത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് പരമാധികാരവുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ്. അത് അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും പരമാധികാരവുമായി ബന്ധപ്പെട്ട പ്രശ്നം, ഇന്ത്യയിലെ ബ്രാഹ്മണാധികാരവുമായി ബന്ധപ്പെട്ട പ്രശ്നം. ആ പ്രശ്നത്തിന്റെ സോവർണിറ്റിയുടെ പ്രശ്നത്തിനെതിരെ ഹക്കിമിയ്യത്ത് എന്ന് പറഞ്ഞ സയ്യിദ് അബുൽ അഅ്ല മൗദൂദിയുടെ ആദർശത്തെ നെഞ്ചിൽ പിടിച്ചുകൊണ്ട് അവിടെ അടയിരുന്നു കൊണ്ടല്ല, അതിൽ നിന്ന് വികസിപ്പിച്ചുകൊണ്ട്, അതിൽ നിന്ന് മുന്നോട്ട് സഞ്ചരിച്ചുകൊണ്ട്, നിരന്തരം ലേൺ ചെയ്തുകൊണ്ട്, അൺലേൺ ചെയ്തുകൊണ്ട്, ഈ രാജ്യത്തിന്റെ പൊതുമണ്ഡലങ്ങളിൽ ഈ പതാക പിടിച്ചുകൊണ്ട് സ്റ്റുഡൻസ് ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ പ്രവർത്തകർ ഇനിയും ഉണ്ടാകും. ഏതേത് തരത്തിലുള്ള വംശീയ പ്രത്യയശാസ്ത്രങ്ങളുടെ മുഖത്ത് നോക്കി സംസാരിച്ചു കൊണ്ടാണെങ്കിലും എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ നമ്മുടെ നിയുക്ത സംസ്ഥാന അധ്യക്ഷൻ അഡ്വക്കേറ്റ് അബ്ദുൽ വാഹിദ് സാഹിബ് സൂചിപ്പിച്ചു, സമ്പലിലെ അവിടെ സർവേ നടത്താൻ വേണ്ടി വരുന്ന ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന സംഘ് പരിവാരത്തിന്റെ ഒരു ഉപകരണവും അതിന്റെ കൂടെ ജയ് ശ്രീരാം വിളിച്ചുകൊണ്ടുവരുന്ന കൊണ്ടുവരുന്ന വംശീയ ഭ്രാന്തന്മാരും അവർക്ക് മുമ്പിൽ നെഞ്ചുവിരിച്ചു നിൽക്കുന്ന മുസ്ലിം സമുദായത്തിലെ നിരപരാധികളായ സാധുക്കളായ ചെറുപ്പക്കാരുണ്ട്. അവരെവിടെ നിന്നാണ് പഠിക്കുന്നത്? അവരെവിടെ നിന്നോ വരുന്ന ഏതെങ്കിലും എലൈറ്റ് ആയിട്ടുള്ള ലീഡർഷിപ്പിന്റെ ആഹ്വാനം കേട്ടുവരുന്നവരല്ല. അവർക്കറിയാം അള്ളാഹുവിന്റെ മസ്ജിദിന്റെ മുമ്പിൽ ആക്രമിക്കാൻ വരുമ്പോൾ നെഞ്ചുവിരിച്ചു നിൽക്കുന്നതല്ലാത്ത ഒരു പൊസിഷനും അവിടെ പൊളിറ്റിക്കലായ ഒരു പൊസിഷൻ അല്ല എന്നറിയാവുന്ന ആർജവമുള്ള ആ ജനതയുടെ, ആ സാധുക്കളായ ഇന്ത്യയുടെ തെരുവീഥികളിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന, റിക്ഷ ചവിട്ടിക്കൊണ്ടിരിക്കുന്ന, പട്ടിണി അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന, വിഷമങ്ങൾ രുചിച്ചുകൊണ്ടിരിക്കുന്ന സാധുക്കളായ ഇന്ത്യയിലെ മുസ്ലിം സമുദായത്തിന്റെ പ്രതിനിധികളായി ഇന്ത്യൻ മുസ്ലിം നിർമ്മിച്ചെടുത്ത ഇന്ത്യയിലെ തെരുവീഥികളിൽ സ്റ്റുഡൻസ് ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ പതാകയും അതിന്റെ പ്രവർത്തകരുടെ നെഞ്ചൂക്കും ഇനിയും കാണും ഇൻഷാ അല്ലാഹ് എന്നുകൂടി പ്രഖ്യാപിച്ച് പുതിയ നേതൃത്വത്തിന് എല്ലാവിധ ഭാവുകങ്ങളും നേർന്നുകൊണ്ട് ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.